വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ SCERT ചാപ്റ്ററാണ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 9ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഭരണഘടനയ്ക്കൊരു മുഖവുര എന്നാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് PSCയിൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ SCERT ക്ലാസ്സുകൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ചെയ്യുന്നുണ്ട്. സയൻസും സോഷ്യലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട്, ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ആ ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുള്ള എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി, കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 9ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഭരണഘടനയ്ക്കൊരു മുഖവുര എന്നാണ്. ഫസ്റ്റ് തന്നെ കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. എന്താണ് ഹെൽമെറ്റ് വെക്കാതെ പോകുന്നതും ഹെൽമെറ്റ് വെച്ച് പോകുന്നതും പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് ക്യൂ പാലിക്കുന്നതും ക്യൂ പാലിക്കാത്തതും കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇതിൽ നമുക്ക് സമൂഹത്തിന് അഭികാമ്യമായ പെരുമാറ്റം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ഹെൽമെറ്റ് വെച്ച് പോകുക, അതുപോലെ തന്നെ ക്യൂവിൽ നിൽക്കുക എന്ന് പറയുന്നതാണ് അല്ലേ. ഏതൊരു സമൂഹത്തിനും സുഗമമായും സ്വസ്ഥമായും ജീവിക്കുന്നതിനും പുരോഗതി കൈവരിക്കുന്നതിനും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതൊരു സമൂഹത്തിനും സുഗമമായും സ്വസ്ഥമായും ജീവിക്കുന്നതിനും പുരോഗതി കൈവരിക്കുന്നതിനും എന്താവശ്യമാണ്? നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോരോ നിയമങ്ങളുണ്ട് അല്ലേ. അതനുസരിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അതെന്ന് വെച്ചാൽ ഏതൊരു സമൂഹത്തിനും സുഗമമായും സ്വസ്ഥമായും ജീവിക്കുന്നതിനും പുരോഗതി കൈവരിക്കുന്നതിനും എന്താവശ്യമാണ്? നിയമങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. വിദ്യാലയങ്ങളിലും പൊതു ഇടങ്ങളിലൊക്കെ ചില നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അല്ലേ. വളരെ വിശാലമായ ഭൂപ്രദേശമുള്ള ധാരാളം ജനസംഖ്യയുള്ള പല വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന രാജ്യമാണ് നമ്മുടേത് അല്ലേ. അതായത് എന്താ പറയുന്നത്, വലിയൊരു ഭൂപ്രദേശമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. എന്താണ്, പല മതവിഭാഗങ്ങളും ഒന്നിച്ച് താമസിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ചില നിയമങ്ങളും ചട്ടങ്ങളും വ്യവസ്ഥകളും അനുസരിച്ചാണ് ഇത്തരം വൈവിധ്യങ്ങളുള്ള നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് അല്ലേ. കുറേ നിയമങ്ങളും ചട്ടങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഉണ്ട് നമ്മുടെ രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ. അപ്പോൾ ഏതൊക്കെ നിയമങ്ങളാണെന്നുള്ളതിന് ബേസിക് ആയിട്ടുള്ള നോളേജ് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ, ഈ ഒരു ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ SCERTയിൽ പറയുന്നത് കേട്ടോ. ഇതുപോലെ മിക്ക രാജ്യങ്ങൾക്കും അവയുടെ നിലനിൽപ്പിനും ഭരണത്തിനും സഹായിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ അടങ്ങിയ ഒരു ഏകീകൃത രേഖയുണ്ട്. ഇതാണ് ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിയമങ്ങളും വ്യവസ്ഥകളും ചട്ടങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ളൊരു ബുക്ക് ഉണ്ട്. എന്താണതെന്ന് പറയുന്നത്? ഭരണഘടനയാണ് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, ഇതുപോലെ എല്ലാ രാജ്യങ്ങൾക്കില്ല, മിക്ക രാജ്യങ്ങൾക്കും എന്താണ്ട് ഭരണഘടനയുണ്ട് അല്ലേ. അവയുടെ നിലനിൽപ്പിനും ഭരണത്തിനും സഹായിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ അടങ്ങിയ ഒരു ഏകീകൃത രേഖയാണ് എന്ന് പറയുന്നത് ഭരണഘടന എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രത്തിലെ ഗവൺമെൻറ്റിൻ്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവയടങ്ങിയ ആധികാരിക രേഖയാണ് ഭരണഘടന എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് പറയുന്നത് ഒരു രാഷ്ട്രത്തിലെ ഗവൺമെൻറ് സംഘാടനത്തിനും പ്രവർത്തനത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് നിയമങ്ങൾ അല്ലേ. ഈ നിയമങ്ങളും തത്വങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് ഏതിലാണ്? ഭരണഘടനയിലാണ്. ഈ കുറേ കുട്ടികൾ ടീച്ചറിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഈ അധികാരങ്ങളൊക്കെ ലഭിച്ചത് എവിടെ നിന്നാണ്? പൗരരുടെ ചുമതലകൾ എന്തൊക്കെയാണ്, എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? വേറൊരു കൂടി ചോദിച്ചെന്താണ്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനം എപ്രകാരമാണെന്ന് എഴുതി വെച്ചിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എന്താ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, ജനങ്ങളുടെ അവകാശങ്ങളെ കുറിച്ചിട്ട് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതിനെല്ലാം ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് എന്ന് പറയുന്നത് ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഭിമുഖത്തിലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആശയങ്ങളാണ് നമുക്കിവിടെ ലഭിച്ചത്? എന്താണ്, ഭരണകർത്താക്കൾക്ക് ഈ അധികാരങ്ങളൊക്കെ ലഭിച്ചത് എവിടെയെന്നാണ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവരുടെ അധികാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ചുമതലകൾ, പൗരരുടെ ചുമതലകൾ, മൗലിക ചുമതലകളെക്കുറിച്ച് പറയുന്നുണ്ട്, മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. എല്ലാം എന്താണ് ഭരണഘടനയിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഈ ഭരണഘടനയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ മുൻഗാമികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഭരണഘടന എന്ന ആശയം രൂപപ്പെടുന്നതിനിടയാക്കിയ ചിത്രം നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ പറയുന്നത് എന്താണ്, ഹമ്മുറാബിയുടെ നിയമസംഹിതയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഹമ്മുറാബിയുടെ നിയമസംഹിതയിൽ പറയുന്നത്? ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്നാണ് പുരാതന ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ നിയമസംഹിത. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്നാണ് എന്ത്? പുരാതന ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ നിയമസംഹിത. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് നിയമസംഹിത അനുശാസിക്കുന്നു.
അപ്പോൾ എന്താണ് പറയുന്നത്? ഹമ്മുറാബിയുടെ നിയമസംഹിതയിൽ എന്താണ് പറയുന്നത്? ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കുവാനായിട്ട് ആർക്കും അധികാരമില്ല എന്നാണ് ഈ ഹമ്മുറാബിയുടെ നിയമസംഹിതയിൽ പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്നാണ് എന്ന് പറയുന്നത് ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് പറയുന്നത് ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതയാണ്. അതുപോലെ തന്നെ ഇതിലെന്ത് പറയുന്നുണ്ട്? അടിസ്ഥാന നിയമങ്ങളൊന്നും ധിക്കരിക്കാനായിട്ട് പാടില്ല എന്നും പറയുന്നുണ്ട് അല്ലേ. ഇനി മാഗ്ന കാട്ട എന്ന് വെച്ചാൽ എന്താണ്? ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിൽ വീർപ്പുമുട്ടിയിരുന്നു. ഇതിനെതിരെ CE 1715 ജോൺ രാജാവിനെ തടഞ്ഞു വെച്ച് ജനങ്ങൾ ഒപ്പുവെച്ച പ്രമാണമാണ് മാഗ്ന കാട്ട. അപ്പം മാഗ്ന കാട്ട ഒപ്പുവെക്കുന്നത് എന്താണ്? 1215 ഒപ്പുവെക്കുന്നത്. ഏത് രാജാവായിരുന്നു ഒപ്പുവെച്ചത്? ജോൺ രാജാവാണ് അല്ലേ. അപ്പോൾ ജോൺ രാജാവാണ് മാഗ്ന കാട്ടയിൽ 1215 ഒപ്പുവെക്കുന്ന നിർബന്ധപൂർവ്വം ഒപ്പുവെക്കുകയാണ് അദ്ദേഹം അല്ലേ. അതായത് രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അതായത് എന്താണ്? ഇംഗ്ലണ്ടിലെ ജനങ്ങൾ ഈ രാജാവിനെ തടഞ്ഞു വെച്ചിട്ട് ഒപ്പുവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്ന് പറയുന്നു. എല്ലാവർക്കും തുല്യ അവകാശമാണെന്ന് പറയുന്നു അല്ലേ. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിട്ട് മാഗ്ന കാട്ടയെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ മാഗ്ന കാട്ട എന്നാണ് ഒപ്പുവെച്ചത്? 1215 മാഗ്ന കാട്ട ഒപ്പുവെച്ചത്. ആരാണ്? ജോൺ രണ്ടാമനാണ്. നെക്സ്റ്റ് മഹത്തായ വിപ്ലവം. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ പാർലമെന്റിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ നിരവധി സംഘർഷങ്ങളുണ്ടായി. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ പാർലമെന്റിലെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാവാണ്. അങ്ങനെ അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ CE 1688 മഹത്തായ വിപ്ലവം. അപ്പോൾ മഹത്തായ വിപ്ലവം നടന്നതെന്നാണ്? 1688 മഹത്തായ വിപ്ലവം നടന്നത്. രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുവാനും പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കുവാനും ഈ വിപ്ലവത്തിലൂടെ കഴിഞ്ഞു. രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുന്നതിനായിട്ടും അതുപോലെ പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഈ മഹത്തായ വിപ്ലവം കൊണ്ട് കഴിഞ്ഞു. രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകുകയും ചെയ്തു. അങ്ങനെ രാജാവിൻ്റെ അധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യാണ്. ഇംഗ്ലണ്ടിൽ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ രൂപീകരണത്തിന് ഇത് വഴിയൊരുക്കി. അതായത് പാർലമെന്റ് ഉണ്ടായിരുന്നു, പക്ഷെ പാർലമെന്റിനും വിരുദ്ധമായിട്ടാണ് അവിടുത്തെ രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഈ രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാവാണ്. അങ്ങനെ നടന്നിട്ടുള്ള വിപ്ലവമാണ് മഹത്തായ വിപ്ലവം. എന്നാണ് നടന്നത്? 1688 രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുവാൻ ഇതിലൂടെ കഴിഞ്ഞു. അതുപോലെ തന്നെ പാർലമെന്റിന്റെ ഇമ്പോർട്ടൻസും ഇതിലൂടെ നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞു അല്ലേ. പാർലമെന്റ് അധികാരം വർദ്ധിപ്പിക്കുവാനും ഈ വിപ്ലവത്തിലൂടെ കഴിഞ്ഞു. അതുപോലെ തന്നെ എന്താ പറയുന്നത്? ഇംഗ്ലണ്ടിൽ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ രൂപീകരണത്തിന് അങ്ങനെ വഴിയൊരുക്കാണ്. അപ്പോൾ മഹത്തായ വിപ്ലവം എന്നാണ്? 1688 ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ് ഏറ്റവും പഴയ നിയമസംഹിതയിൽ ഒന്നെന്ന് പറയുന്നത് ഇതാണ്. ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ്. അതിൽ എന്താ പറയുന്ന അധികാരങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലേ. അടിസ്ഥാന നിയമങ്ങൾ ധിക്കരിക്കുവാനായിട്ട് ആർക്കും അധികാരമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ മാഗ്ന കാട്ട ഒപ്പുവെച്ചത് 1215 ജോൺ രണ്ടാമനാണ്. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിൽ നാഴികക്കല്ലാണ് മാഗ്ന കാട്ട. അതുപോലെ തന്നെ രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്ന് പറയുന്നത് ഈ മാഗ്ന കാട്ടയിലാണ്. മഹത്തായ വിപ്ലവം നടന്നത് 1688 1688 മഹത്തായ വിപ്ലവത്തിൽ എന്താ പറയുന്നത്? രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുവാനും പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കുവാനാണ് ഈ മഹത്തായ വിപ്ലവം നടന്നത്. നെക്സ്റ്റ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ബ്രിട്ടന്റെ അധീനതയിലിരുന്ന 13 വടക്കേ അമേരിക്കൻ കോളനികൾ ബ്രിട്ടന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാട്ടം നടത്തി. അതായത് വടക്കേ അമേരിക്ക ഉണ്ടല്ലോ, ഈ വടക്കേ അമേരിക്കൻ കോളനികൾ ബ്രിട്ടന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാട്ടം നടത്താണ്. ബ്രിട്ടന്റെ അധീനതയിലായിരുന്നു ഈ 13 വടക്കേ അമേരിക്കയിലെ കോളനികൾ എന്ന് പറയുന്നത്. ഈ 13 വടക്കൻ അമേരിക്കയിലെ കോളനികളും ഈ ബ്രിട്ടന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാട്ടം നടത്താണ്. അങ്ങനെ 1766 ഈ കോളനികൾ നടത്തിയ പ്രഖ്യാപനമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നതെന്നാണ്? 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്.
ഗവൺമെന്റിനെ നീക്കം ചെയ്യുവാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ ഈ പ്രഖ്യാപനത്തിലൂടെ കഴിഞ്ഞു. ഗവൺമെന്റിനെ നീക്കം ചെയ്യുവാനായിട്ട് ആർക്ക് അധികാരമുണ്ട്? ജനങ്ങൾക്കും അധികാരമുണ്ട് എന്ന് ഈ പ്രഖ്യാപനത്തിലൂടെ എല്ലാവരും ബോധ്യപ്പെടാണ്. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടനയുടെ രൂപീകരണത്തിനും ഇത് കാരണമായി. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? അമേരിക്കയുടേതാണ്. എഴുതപ്പെട്ട ഭരണഘടനയുള്ള 2 രാജ്യങ്ങളാണ് അമേരിക്കയും ഇന്ത്യ അല്ലേ. അമേരിക്കയാണ് ആദ്യത്തെ ഭരണഘടന. ഇന്ത്യയുടെ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. അമേരിക്കയുടെ ചെറിയ ഭരണഘടനയാണ്. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നതെന്നാണ് 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത്. അതായത് വടക്കേ അമേരിക്കയിലെ 13 കോളനികൾ ബ്രിട്ടൻ്റെ അധീനതയിലായിരുന്നു. അവർ പോരാട്ടം നടത്താണ്, അങ്ങനെ അതിൽ നിന്നും സ്വതന്ത്രമാവാണ് അല്ലേ. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ്? അമേരിക്കയുടേതാണ് അല്ലേ. ഏറ്റവും വലിയ ഭരണഘടന ചോദിക്കുകയാണെങ്കിൽ, എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന ചോദിക്കുകയാണെങ്കിൽ ആരുടേതാണ്? നമ്മുടെ ഇന്ത്യയുടേതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഈ നെക്സ്റ്റ് ഫ്രഞ്ച് വിപ്ലവം. സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രഞ്ച് ജനത 1789 നടത്തിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം നടന്നെന്നാണ് 1789. എന്തായിരുന്നു മുദ്രാവാക്യം? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നായിരുന്നു. രാജാധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് ഈ വിപ്ലവത്തിലൂടെയാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയാണ് എന്ന് പറയുന്നത് രാജാധികാരത്തിനെതിരെയുള്ള ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കപ്പെട്ട ആശയം ഏത് വിപ്ലവത്തിലൂടെയാണ്? ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നതിലൂടെയാണ് അല്ലേ. ഇതോടെ ഫ്രാൻസിൽ ഒരു ഭരണഘടന രൂപപ്പെടുകയും രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് ഇത്രയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? തുടക്കം മുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭരണഘടനയുടെ മുൻഗാമികൾ ആരൊക്കെയെന്ന് പഠിച്ചു അല്ലേ. ഹമ്മുറാബിയുടെ നിയമസംഹിത ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടനയാണെന്ന് പറഞ്ഞു. അതായത് ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതയാണ്. അത് ചോദിക്കുകയാണെങ്കിൽ BC 1792 1750 വരെയാണ്. അത് പഠിച്ചില്ലെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ളതല്ല. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കുവാനായിട്ട് ആർക്കും അധികാരമില്ല എന്ന് പറയുന്ന നിയമസംഹിതയാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് പറയുന്നത്. ഇനി മാഗ്ന കാർട്ട 1715 ജോൺ രണ്ടാമൻ ഒപ്പുവെക്കുന്നത്. മാഗ്ന കാർട്ടയിൽ എന്താ പറയുന്നത്? മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ് ഈ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്ന് പറയുന്നതാണ് മാഗ്ന കാർട്ട. അതായത് ഇംഗ്ലണ്ടിലെ ജനങ്ങൾ ഈ രാജാക്കന്മാരുടെ ഭരണത്തിൽ വീർപ്പ് മുട്ടിയിരുന്ന ജനങ്ങളാണ് അല്ലേ. അപ്പോൾ അതിനെതിരെയാണ് എന്ത് വെക്കുന്നത്? നിർബന്ധിച്ചിട്ട് ഒപ്പുവെക്കുകയാണ് ചെയ്യുന്നത് അല്ലേ മാഗ്ന കാർട്ടയിൽ. നെക്സ്റ്റ് മഹത്തായ വിപ്ലവം നടക്കുന്നത് 1688 രാജാക്കന്മാരും പാർലമെന്റും തമ്മിലുള്ള സംഘർഷമാണ് ഈ 1688 മഹത്തായ വിപ്ലവത്തിന് കാരണമാകുന്നത്. അങ്ങനെ പാർലമെന്റ് അധികാരം വർദ്ധിക്കുകയാണ്, രാജാവിൻ്റെ അധികാരം അവിടെ കുറയാണ് ചെയ്തത് അല്ലേ. നെക്സ്റ്റ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അതായത് എന്താ പറയുന്നത്? ബ്രിട്ടൻ്റെ അധീനതയിലായിരുന്നു 13 വടക്കേ അമേരിക്കൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. എങ്ങനെയാണ് ലഭിക്കുന്നത്? പോരാട്ടം നടത്തിയിട്ടില്ലേ. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നായിരുന്നു? 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് നീക്കം ചെയ്യുവാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് പറയുന്ന അത് കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അങ്ങനെ അമേരിക്കയ്ക്ക് ഒരു ഭരണഘടന വരികയാണ്, എഴുതപ്പെട്ട ഭരണഘടന വരികയാണ്. നെക്സ്റ്റ് ഫ്രഞ്ച് വിപ്ലവം. സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യമാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം അല്ലേ. ഫ്രഞ്ച് വിപ്ലവം നടന്നതെന്നാണ് 1789. രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാണ് എന്ന് പറയുന്നതാണ് ഈ ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ. എന്താണ് അവസാനം കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? ഫ്രാൻസിലൊരു ഭരണഘടന രൂപപ്പെട്ടു. അതുപോലെ തന്നെ രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഭരണഘടനയുടെ മുൻഗാമികൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഭരണഘടനകൾ പലതരമുണ്ട്. എന്തൊക്കെയാണ്? അവരുടെ സ്വഭാവം, അവരുടെ പ്രക്രിയ, രൂപം കൊണ്ട രീതിയുടെ അടിസ്ഥാനത്തിൽ ഭരണഘടനയെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സ്വഭാവം. സ്വഭാവം നമ്മൾ പറഞ്ഞു, ലിഖിത സ്വഭാവമാണോ അലിഖിത സ്വഭാവമാണോ, എഴുതപ്പെട്ട ഭരണഘടനയാണോ എഴുതപ്പെടാത്ത ഭരണഘടനയാണോ എന്ന് പറയുന്നതാണ് സ്വഭാവത്തിൽ പറയുന്നത്. നെക്സ്റ്റ് മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ. അതായത് ദൃഢമാണോ അയവുള്ളതാണോ എന്ന് പറയുന്നതാണ്. മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയയിൽ പറയുന്നതാണ് ദൃഢമാണോ അയവുള്ളതാണോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി രൂപം കൊണ്ട രീതി എന്ന് വെച്ചാൽ നടപ്പിലാക്കിയതാണോ പരിണമിച്ചു വന്നതാണോ എന്നാണ് പറയുന്നതാണ് രൂപം കൊണ്ട് രീതി. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലിഖിതം അലിഖിത ഭരണഘടന എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ലിഖിതം എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായ രീതിയിൽ എഴുതി തയ്യാറാക്കി പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നതിനെയാണ് ലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായ രീതിയിൽ എഴുതി തയ്യാറാക്കി പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ എന്നിവ. അപ്പോൾ ഇന്ത്യയും
അമേരിക്കൻ ഐക്യനാടുകളൊക്കെ എന്താണ് ലിഖിത ഭരണഘടനയാണെന്ന് പഠിച്ചു വയ്ക്കുക. ഇന്ത്യയുടെയാണ് ഏറ്റവും വലിയ ഭരണഘടന, ബൃഹത്തായ ഭരണഘടന എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയുടേതാണ്, ചെറുതേതാണ് അമേരിക്കൻ ഐക്യനാടുകളുടേതാണ്. നെക്സ്റ്റ് അലിഖിതം. അലിഖിതം എന്ന് വെച്ചാൽ എന്താണ്? എഴുതി തയ്യാറാക്കാത്തതാണ് അല്ലേ. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായി എഴുതപ്പെടാത്തതും പുസ്തക രൂപത്തിൽ ക്രോഡീകരിക്കപ്പെടാത്തതുമാണ് അലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ അലിഖിത ഭരണഘടന എന്ന് വെച്ചാൽ എന്താണ്? ലിഖിതമല്ല അല്ലേ, എന്ന് വെച്ചാൽ എന്താണ്? പുസ്തകത്തിലൊന്നും വന്നിട്ടുണ്ടായിരിക്കില്ല, അതുപോലെ തന്നെ അവിടെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കില്ല. അതിന് എക്സാമ്പിളാണ് യുണൈറ്റഡ് കിങ്ഡവും UK, ന്യൂസിലാൻഡ്, ബ്രിട്ടൻ, ന്യൂസിലാൻഡ്, UK എന്ന് പറയുന്ന രാജ്യങ്ങളൊക്കെ എന്താണ്? അലിഖിത ഭരണഘടനയാണ്. അപ്പോൾ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും. ലിഖിത എന്ന് വെച്ചാൽ എന്താണ്? ലിഖിത എന്ന് വെച്ചാൽ എന്താണ്? എഴുതാണ്, എഴുതി തയ്യാറാക്കി ഒരു ഭരണഘടന ഉണ്ടായിരിക്കും. അലിഖിത എന്ന് വെച്ചാൽ എഴുതിയിട്ടൊന്നും ഉണ്ടായിരിക്കില്ല, പുസ്തക രൂപത്തിലൊന്നും ഇറക്കിയിട്ടുണ്ടായിരിക്കില്ല. ലിഖിത ഭരണയ്ക്ക് എക്സാമ്പിളാണ് ഇന്ത്യയും അമേരിക്കയും. അലിഖിതത്തിലാണെങ്കിലോ ബ്രിട്ടൻ, ന്യൂസിലാൻഡ്, ഇസ്രായേലൊക്കെ എന്താണ്? അലിഖിത ഭരണഘടനയ്ക്ക് എക്സാമ്പിളാണ്. ഇനി നെക്സ്റ്റ് മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ. അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ദൃഢമായിട്ടുള്ളതും അയവുള്ളതും എന്നിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ദൃഢമായതെന്ന് വെച്ചാൽ എന്താണ്? മാറ്റം വരുത്തുന്നതിന്, അതായത് ഭേദഗതി വരുത്തുന്നതിനായിട്ട് കർക്കശമായ നടപടിക്രമങ്ങൾ ആവശ്യമുള്ള ഭരണഘടനയാണ് ദൃഢമായത് എന്ന് വെച്ചാൽ. അതായത് നമുക്ക് ഭരണഘടന ഭേദഗതി ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോകസഭയിൽ അവതരിപ്പിച്ച്, രാജ്യസഭയിൽ അവതരിപ്പിച്ച്, പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് കുറേ അങ്ങനെ ഭേദഗതി വരുത്തുന്നതിനായിട്ട് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ നടപടിക്രമങ്ങളൊക്കെ ആവശ്യമുള്ള ഭരണഘടന ഏത് ഭരണഘടനയാണ്? ദൃഢമായിട്ടുള്ള ഭരണഘടന എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് ഇതൊക്കെ എവിടെയാണുള്ളത്? അമേരിക്കൻ ഐക്യനാടുകളും ഓസ്ട്രേലിയയൊക്കെ എന്താണ്? ദൃഢമായിട്ടുള്ള ഭരണഘടനയാണുള്ളത്. ഇനി എളുപ്പത്തിൽ മാറ്റം വരുത്താനായിട്ട്, അതായത് ഭേദഗതി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റുന്ന ഭരണഘടനയാണ് അയവുള്ളത് എന്ന് വെച്ചാൽ പറയുന്നത്. അതിന് എക്സാമ്പിളാണ് യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡിലൊക്കെ തന്നെ പെട്ടെന്ന് ഭേദഗതി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ദൃഢമായത് അയവുള്ളത് അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദൃഢമായതെന്ന് വെച്ചാൽ എന്താണ്? ഭേദഗതി ചെയ്യാനായിട്ട് കുറേ പ്രൊസീജിയേഴ്സ്, കുറേ നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിളാണ് അമേരിക്കൻ ഐക്യനാടുകളും ഓസ്ട്രേലിയയും. ഇനി അയവുള്ളതെന്ന് വെച്ചാൽ എന്താണ്? എളുപ്പത്തിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും അല്ലേ. അതിന് എക്സാമ്പിളാണ് യുണൈറ്റഡ് കിങ്ഡവും ന്യൂസിലാൻഡും. പിന്നെ നമ്മൾ അടുത്ത ഡിവിഷൻ നമ്മൾ പറഞ്ഞത് രൂപം കൊണ്ട് രീതിയിൽ നടപ്പിലാക്കിയത് അല്ലെങ്കിൽ പരിണമിച്ചതെന്ന് പറയുന്നതായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നടപ്പിലാക്കിയതെന്ന് വെച്ചാൽ എന്താണ്? നടപ്പിലാക്കിയെന്ന് വെച്ചാൽ എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെയോ കൗൺസിലിൻ്റെയോ രൂപീകരണ ശേഷം എഴുതി തയ്യാറാക്കി പ്രാബല്യത്തിൽ വരുത്തിയ ഭരണഘടനയാണ് നടപ്പിലാക്കിയ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ നടപ്പിലാക്കിയെന്ന് വെച്ചാൽ ഭരണഘടന നിർമ്മാണ സഭ നമുക്കറിയാം 1946 ഡിസംബർ 6 രൂപീകരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അല്ലാന്നുണ്ടെങ്കിൽ കൗൺസിലിൻ്റെ രൂപീകരണ ശേഷം എഴുതി തയ്യാറാക്കിയിട്ട് പ്രാബല്യത്തിൽ വന്ന ഭരണഘടനയാണ് നടപ്പിലാക്കിയ ഭരണഘടന എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് അമേരിക്കൻ ഐക്യനാടുകളും ഇന്ത്യയും. അമേരിക്കയും ഇന്ത്യ എന്നാണ് ഈ ഭരണഘടനയ്ക്ക് എക്സാമ്പിളാണ് അല്ലേ, നടപ്പിലാക്കിയ ഭരണഘടനയ്ക്ക് എക്സാമ്പിളാണ്. ഇനി പരിണമിച്ചതെന്ന് വെച്ചാൽ എന്താണ്? ക്രമേണയുള്ള മാറ്റങ്ങളുടെ ഫലമായി രൂപപ്പെട്ട ഭരണഘടനയാണ്. അതായത് കരാറുകൾ, വിധിന്യായങ്ങൾ, നിയമങ്ങൾ, സമ്പ്രദായങ്ങൾ എന്നീ രൂപത്തിലുള്ള വ്യവസ്ഥകളും വഴക്കങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കരാറുകൾ, വിധിന്യായങ്ങൾ, നിയമങ്ങൾ, സമ്പ്രദായങ്ങൾ എന്നീ രൂപത്തിലുള്ള വ്യവസ്ഥകളും വഴക്കങ്ങളൊക്കെ ഉൾപ്പെടുന്നതിലാണ്, പരിണമിച്ചതിലാണ്. അതിന് എക്സാമ്പിളാണ് യുണൈറ്റഡ് കിങ്ഡവും കാനഡയും. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ലിഖിത അലിഖിത ഭരണഘടനയുടെ ലിഖിതം എന്ന് വെച്ചാൽ എഴുതി തയ്യാറാക്കിയതാണ്, അലിഖിതം എന്ന് വെച്ചാൽ എന്താണ്? എഴുതി തയ്യാറാക്കാത്തതാണ് അല്ലേ. ഇനി ദൃഢമായെന്ന് വെച്ചാൽ എന്താണ്? ഭേദഗതി നമുക്ക് ചെയ്യാനായിട്ട് കുറേ നടപടിക്രമങ്ങൾ ആവശ്യമാണ്. അയവുള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഭേദഗതി ചെയ്യുന്നതിനായിട്ട് സാധിക്കും. നടപ്പിലാക്കിയെന്ന് വെച്ചാൽ എന്താണ്? ഭരണഘടന നിർമ്മാണ സഭയ്ക്ക് ശേഷം എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഭരണഘടനയാണ്. പരിണമിച്ചതെന്ന് വെച്ചാൽ എന്താണ്? പഴയ ആചാരങ്ങളും വഴക്കങ്ങളും ഒക്കെ വരുന്നതാണ് ഈ പരിണമിച്ചത് എന്നത് കൂടെ അർത്ഥമാക്കുന്നത്. ഇനി ഭരണഘടന അവശ്യഗുണങ്ങൾ. അവശ്യഗുണങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഭരണഘടനയുടെ പ്രധാനപ്പെട്ട അവശ്യഗുണങ്ങൾ ഏതൊക്കെയാണ്? സംക്ഷിപ്ത, വ്യക്തത, ചലനാത്മകത, അനുയോജ്യത, സമഗ്രത എന്നിവയ്ക്ക് എന്താണ്? ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ സംക്ഷിപ്തത എന്ന് വെച്ചാൽ എന്താണ്? അവശ്യ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യമായിരിക്കണം, അതിനെയാണ് സംക്ഷിപ്തത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സംക്ഷിപ്തത എന്ന് വെച്ചാൽ എന്താണ്? അവശ്യ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യമായിട്ടുള്ളതിനെയാണ് സംക്ഷിപ്തത എന്ന് പറയുന്നത്. ഇനി വ്യക്തത എന്ന് വെച്ചാൽ എന്താണ്? ഭരണഘടനയിലെ വ്യവസ്ഥകൾ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതും എന്താണ്? പ്രധാനപ്പെട്ട ഗുണമാണ്. നെക്സ്റ്റ് ചലനാത്മകത എന്ന് വെച്ചാൽ എന്താണ്? മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കണം, അതാണ് ചലനാത്മകത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലോചിതമായിട്ടുള്ള മാറ്റം വരുത്തുവാനായിട്ട് കഴിയണം. നെക്സ്റ്റ് അനുയോജ്യത, ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിന് അനുയോജ്യമായിരിക്കണം, അതിനെയാണ് അനുയോജ്യത എന്ന് പറയുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിന് അനുയോജ്യമായിരിക്കണം, അതിനെയാണെന്ന് പറയുന്നത് അനുയോജ്യത എന്ന് പറയുന്നത്. നെക്സ്റ്റ് സമഗ്രത. സമഗ്രത എന്ന് വെച്ചാൽ എന്താണ്?
ഗവൺമെന്റിന്റെ അധികാരങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ, കടമകൾ എന്നിവ സമഗ്രമായി പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കണം. ഇതിനെയാണ് സമഗ്രത എന്ന് പറയുന്നത്. അപ്പോൾ സമഗ്രത എന്ന് വെച്ചെന്താണ്? ഗവൺമെന്റിന്റെ അധികാരങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ, കടമകൾ എന്നിവ സമഗ്രമായി പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കണം. അതിനെയാണ് സമഗ്രത എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ആവശ്യ ഗുണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സംക്ഷിപ്തത, വ്യക്തത, ചലനാത്മകത, സമഗ്രത, അനുയോജ്യത എന്നിവയാണ്. ഇനി നെക്സ്റ്റ് ഭരണഘടനാ വ്യവസ്ഥ നമുക്ക് നോക്കാം. ഭരണഘടനയുടെ പൊതു സവിശേഷതകൾ നമ്മൾ പഠിച്ചു. ഇവിടെ നമുക്ക് എന്താണ് ടീച്ചർ ചോദിക്കുന്നുണ്ട്, മനു ഇന്ന് റോഡ് നിയമം തെറ്റിച്ച് സൈക്കിൾ ഓടിക്കുന്നത് കണ്ടല്ലോ, ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനു പറയാണ് സൈക്കിൾ ഓടിക്കുന്നവർക്ക് നിയമങ്ങൾ പാലിക്കണമെന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ എന്താ പറയുന്നത്? എല്ലാവരും ഗതാഗത നിയമങ്ങൾ അനുസരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ? സാധാരണക്കാർ മാത്രമല്ല ഭരണാധികാരികൾക്കും ഇത് ബാധകമാണ്. അപ്പോൾ ഭരണാധികാരികളും നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലായി. വ്യക്തികൾക്ക് മേൽ നിയമങ്ങളുടെ നിയന്ത്രണമുള്ളതുപോലെ അധികാരങ്ങൾക്ക് മേലും ചില നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. പരിധിയില്ലാത്ത അധികാരങ്ങൾ ഭരണാധികാരികൾക്ക് നൽകിയാൽ അത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും സ്വേച്ഛാധിപത്യത്തിന് കാരണമാവുകയും ചെയ്യും. ഇതിനെതിരെയാണ് ഭരണഘടനാ വ്യവസ്ഥ നിലകൊള്ളുന്നത്. ഗവൺമെന്റ് അധികാരങ്ങളെ ഭരണഘടനാപരമായി പരിമിതപ്പെടുത്തുന്ന രാഷ്ട്രീയ ക്രമമാണ് ഭരണഘടനാ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പം എല്ലാ അധികാരങ്ങളും ആർക്ക് നൽകിയിട്ടില്ല? അധികാരങ്ങൾ നമ്മൾക്ക് ഭരണഘടന അധികാരികൾക്ക് നൽകിയിട്ടില്ല. കാരണം എന്താണ്? ഇവരത് ചൂഷണം ചെയ്യുന്നതിനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? അതിനാൽ തന്നെ നമ്മൾക്ക് സാധാരണ ജനങ്ങളെ പോലെ തന്നെയുള്ള എല്ലാ അവകാശങ്ങളും അധികാരികൾക്കുണ്ട്. പക്ഷെ കുറച്ചുകൂടി അവകാശങ്ങൾ കുറച്ചുകൂടി കൂടുതലുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് എന്താണ് പറയുന്നത്? പരിധിയില്ലാത്ത അധികാരങ്ങളൊന്നും നൽകിയിട്ടില്ല. ഇനി അരിസ്റ്റോട്ടിലും ഭരണഘടനാ വ്യവസ്ഥയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് പറയുന്നത്. ഭരണഘടനാ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് ആദ്യം പ്രതിപാദിച്ചത് അരിസ്റ്റോട്ടിലാണ്. ഭരണഘടനാ വ്യവസ്ഥയെയും കുറിച്ച് ആദ്യം പ്രതിപാദിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്നതാണ് ഭരണഘടനയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാഥമിക നിർവചനം. അപ്പോൾ ഭരണഘടനയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാഥമിക നിർവചനം അരിസ്റ്റോട്ടിലിനെയാണ് എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്നത് ആരാണ് പറഞ്ഞത്? അരിസ്റ്റോട്ടിലാണ് അല്ലേ? അരിസ്റ്റോട്ടിലാണ് ഭരണഘടനാ വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഭരണഘടനാ വ്യവസ്ഥയെയും കുറിച്ചിട്ട് ആര് പ്രതിപാദിച്ചിട്ടുണ്ട്? അരിസ്റ്റോട്ടിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. സാധാരണ നിയമങ്ങളെന്നും ഭരണഘടനാ നിയമങ്ങളെന്നും അദ്ദേഹം നിയമങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചു. സാധാരണ നിയമങ്ങളുണ്ട്, ഭരണഘടനാ നിയമങ്ങൾ ഉണ്ടെന്ന് അരിസ്റ്റോട്ടിലാണ് ആദ്യമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കുന്നത്. ഇനി നമ്മുടെ ഭരണഘടനയിലേക്ക് ചെല്ലാണ്. നമ്മുടെ രാഷ്ട്രപതിയുടെ ശപഥം നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ വിശ്വസ്തയോടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയുടെ ഉദ്യോഗം നിർവഹിക്കുമെന്ന് പറയുന്നുണ്ട് അല്ലേ? ഭാരതത്തിൻ്റെ ഭരണഘടനയിലുള്ള സത്യപ്രതിജ്ഞാ വാചകമാണ്. അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഉത്ഭവം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കണം. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യൻ ഹിസ്റ്ററിയും കുറച്ച് കാര്യങ്ങൾ എന്താണ് കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് വന്നത്? 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായില്ലേ? ഇന്ത്യയുമായി വ്യാപാരബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി CE 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്? 1600. കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാർ ക്രമേണ അധികാരികളായി മാറിയതോടെ ഇന്ത്യയുടെ ഭരണം കമ്പനിയുടെ കൈകളിലായി. എന്താ പറയുന്നത്? ബ്രിട്ടീഷുകാരാണ് ശരിക്കും പറഞ്ഞാൽ കച്ചവടത്തിനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ വരുന്നത് അല്ലേ? ബ്രിട്ടീഷുകാർ വന്നത് ഇതിനാണ് കച്ചവടത്തിനായിട്ട് വരികയാണ്. പക്ഷേ ഇന്ത്യയുടെ ഭരണം അവസാനം ആരുടെ കയ്യിലാവാണ്? ബ്രിട്ടീഷുകാരുടെ കയ്യിലാവാണ്. അപ്പോൾ അതാണ് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് നിലവിൽ വന്നത്? 1600. നെക്സ്റ്റ് നമുക്കറിയാം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലേ? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടല്ലോ, ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം എന്ന് പറയുന്നത് അവസാനിക്കുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയ ആദ്യത്തെ ബഹുജന സമരമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അറിയാമല്ലേ? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവിടെ അവസാനിക്കാൻ ഇത് കാരണമായി. തുടർന്ന് ആരാണ് ഇവിടെ ഭരണത്തിൽ വരുന്നത്? ബ്രിട്ടീഷ് രാജ്ഞിയാണ് അല്ലേ? ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുക്കുകയാണ് ഭരണം. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായി നടത്തിയ ബഹുജന സമരമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം. അവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയാണ്. എന്നിട്ട് ആരാണ് വരുന്നത്? ബ്രിട്ടീഷ് രാജ്ഞിയാണ് നേരിട്ട് ഏറ്റെടുക്കുന്നത്. നെക്സ്റ്റ് ഇന്ത്യൻ കൗൺസിൽ ആക്ടുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായിച്ച നിയമങ്ങളെയാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട്?
ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായിച്ച നിയമങ്ങളെയാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ടുകൾ എന്ന് പറയുന്നത്. കുറേ ആക്ടുകളുണ്ട്. ഏതൊക്കെയാണ്? 1909 മിൻറ്റോ മോർലി പരിഷ്കരണം, 1919 മൊണ്ടാഗ് ചെംസ്ഫോർഡ് പരിഷ്കരണം, അല്ലേ? അതൊക്കെ എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ആക്ടുകളാണ്. അപ്പം നെക്സ്റ്റ് വരുന്നത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, അല്ലേ? INS ആണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട പങ്ക് ആർക്കാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി സ്വതന്ത്ര ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഔദ്യോഗികമായി മുന്നോട്ട് വെച്ചതും ഈ പ്രസ്ഥാനമാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ കുറിച്ച് എന്താ പറയുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പ്രസ്ഥാനങ്ങളിൽ പങ്കുവഹിച്ചത് എന്താണ്? പ്രധാന പങ്ക് എന്തിനാണ്? INS-നാണ്, അല്ലെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായിട്ട് സ്വതന്ത്ര ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചതും ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളാണ്. നെക്സ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകൾ. ഇന്ത്യക്കാരുടെ ഭരണ പങ്കാളിത്തം ക്രമേണ വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ മെച്ചപ്പെട്ട ഭരണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമങ്ങളാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രധാനപ്പെട്ട 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത്, അല്ലേ? അപ്പോൾ പ്രധാനമായിട്ടും ഗവൺമെൻറ് ആക്ടുകൾ എന്നാണ് വരുന്നത്? 1935 വരുന്നത്, അല്ലേ? അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്താ പറയുന്നത്? ഇന്ത്യക്കാരുടെ ഭരണ പങ്കാളിത്തം ക്രമേണ വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ മെച്ചപ്പെട്ട ഭരണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമങ്ങളാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുകൾ. നെക്സ്റ്റ് ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യക്ക് പൂർണ്ണമായ സ്വയംഭരണ അധികാരം നൽകുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചു, അല്ലേ? അപ്പോൾ ക്യാബിനറ്റ് മിഷനാണ് ഇന്ത്യക്ക് ഭരണഘടന നൽകണമെന്ന ആവശ്യത്തോട് കൂടിയിട്ട് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. ഇന്ത്യക്ക് പൂർണ്ണമായ സ്വയംഭരണ അധികാരം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. ഇതനുസരിച്ചിട്ടാണ് ഭരണഘടന തയ്യാറാക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ഭരണഘടന വന്നത് എന്താണ്? 1950 ജനുവരി 26 നിലവിൽ വന്നത്. എന്നാൽ 1946 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നിട്ടുണ്ട്. 1946 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നിട്ടുണ്ട്, അല്ലേ? 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സ്ഥിര അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അംബേദ്കർ ചെയർമാനായുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് രൂപം എഴുതി തയ്യാറാക്കിയത്. അപ്പോൾ കരട് രൂപം തയ്യാറാക്കിയത് ഏത് കമ്മിറ്റിയാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? BR അംബേദ്കർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. നമുക്കറിയാം നവംബർ 26 ഭരണഘടനാ ദിനം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഭരണഘടന അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിക്കുന്നത് എന്നാണ്? 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നത്. അതിനാൽ നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നതെന്നാണ്? 1950 ജനുവരി 26 ഭരണഘടന ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. അന്ന് മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. സ്ഥിരം അധ്യക്ഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. കരട് തയ്യാറാക്കിയത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആണ്. നവംബർ 26 1949 നവംബർ 26 ഭരണഘടനയെ അംഗീകരിക്കുന്നത്, അല്ലേ? ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നതെന്നാണ്? 1950 ജനുവരി 26 ഇനി ക്യാബിനറ്റ് മിഷനെ കുറിച്ച് പറഞ്ഞു. ക്യാബിനറ്റ് മിഷൻ എന്നാണ്? ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ച മൂന്നംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ക്യാബിനറ്റ് മിഷൻ എന്ന് വെച്ചാൽ ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായിട്ട് ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ചിട്ടുള്ള 3 അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുമായി അവർ ചർച്ച നടത്തി ഇന്ത്യക്ക് ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആവശ്യം ക്യാബിനറ്റ് മിഷൻ അംഗീകരിച്ചു. ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചുള്ളതായിരുന്നു പ്രസ്തുത മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഇവിടെ ആമുഖം തന്നിട്ടുണ്ട്. ആമുഖത്തിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറയുന്നത് തുടക്കം ഏതിലാണ്? ആമുഖത്തിലാണ്, അല്ലേ? അതുപോലെ തന്നെ ആമുഖത്തിൽ എന്തൊക്കെ പറയുന്നുണ്ട്? പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്ന് പറയുന്നുണ്ട്, അല്ലേ? പസോമ ജെറി ആണെന്ന് പറയുന്നുണ്ട്, അല്ലേ? പസോമ ജെറി എന്ന് വെച്ചാൽ എന്താണ്? പരമാധികാര.
എന്താണ് പരമാധികാരം, സ്ഥിതി, സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്താ പറയുന്നത്? നീതിയെക്കുറിച്ച് പറയുന്നു, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു, സമത്വത്തെക്കുറിച്ച് പറയുന്നു, സാഹോദര്യത്തെക്കുറിച്ച് പറയുന്നു. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ ഈ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് ആണ് 1949 നവംബർ 26 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആമുഖത്തെക്കുറിച്ച് പഠിച്ചു വെച്ചിരിക്കാം. അപ്പോൾ ആമുഖത്തിൽ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പരമാധികാര, സ്ഥിതി, സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ആമുഖം എന്ന് പറയുന്നത്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യത്തെക്കുറിച്ച് എന്നൊരു പറയുന്നുണ്ട്, ആമുഖത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആമുഖത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ആശയങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ പ്രതിഫലിക്കുന്ന ഇതിലാണ്, ആമുഖത്തിലാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യക്കാർ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത ആശയങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള മാർഗരേഖയാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. രാഷ്ട്രത്തിൻ്റെ സ്വഭാവം, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതി എന്നിവയും ആമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞില്ലേ, ബസവമജറി ആണെന്ന് പറഞ്ഞു അല്ലേ. പരമാധികാരം, സ്ഥിതി സമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്ക്. പരമാധികാരം എന്ന് വെച്ചെന്താണ്? ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള രാഷ്ട്രത്തിന്റെ അധികാരത്തെയാണ് പരമാധികാരം എന്ന് പറയുന്നത്. ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള രാഷ്ട്രത്തിന്റെ അധികാരത്തെയാണ് പരമാധികാരം എന്ന് പറയുന്നത്. ഇനി സ്ഥിതി സമത്വം എന്ന് വെച്ചെന്താണ്? എല്ലാവർക്കും തുല്യ പദവിയും അവസര സമത്വവും ഉറപ്പുവരുത്തിക്കൊണ്ട് സാമൂഹ്യ നീതി നിലനിർത്തുന്നു. അപ്പോൾ എന്താണ് സ്ഥിതി സമത്വം എന്ന് വെച്ചാൽ? എല്ലാവർക്കും തുല്യ പദവിയും അവസര സമത്വം നൽകുന്നതിനെ കുറിച്ചിട്ടാണ് സ്ഥിതി സമത്വത്തിൽ പറയുന്നത്. ഇനി മതേതരത്വം എന്ന് വെച്ചെന്താണ്? രാഷ്ട്രത്തെ ഔദ്യോഗികമായിട്ടുള്ള മതമില്ല. വ്യക്തികൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അവകാശമുണ്ട്. രാഷ്ട്രം ഒരു മതത്തോട് വിവേചനം കാണിക്കുകയില്ല എന്ന് പറയുന്നതാണ് മതേതരത്വത്തിൽ. രാഷ്ട്രത്തിന് ഔദ്യോഗികമായിട്ട് മതമുണ്ടോ? ഇല്ല, മതമില്ല. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ. ഇനി ജനാധിപത്യം. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഭരണം നിർവഹിക്കുന്നതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഇവിടെ ഭരണം നിർവഹിക്കുന്നത് അല്ലേ. ഇതിലൂടെ ജനങ്ങൾ പരമാധികാരികളായിട്ട് മാറുന്നു. നെക്സ്റ്റ് റിപ്പബ്ലിക് എന്ന് വെച്ചതാണ്? തെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവരെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് അല്ലേ. തെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ തീരുമാനിക്കുന്ന സംവിധാനത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ആയിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെടുന്ന തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം കേട്ടോ.